ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എണീറ്റു കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് പാല് കാച്ചാനായിട്ട് വെച്ചത്. ഇതാ കണ്ടില്ലേ, ഒരു സേമിയയുടെ പുലാവാണ് ഞാൻ ചെയ്തത്. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വെറ്റായിട്ടിരിക്കും, തണുത്ത് വരുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം സേമിയ പുലാവ് ചെയ്ത് വച്ചതിന് ശേഷം ഞാൻ പാല് കാച്ചാനായിട്ട് വെച്ചത്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അവൾക്ക് ഇന്ന് കൊടുത്തു വിട്ട ലഞ്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെക്കേണ്ട സമയത്താണ് ഈ ഒരു സംഭവം പറ്റിയത്. എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോഴത്തേക്കും പറ്റിയതാണ്. അപ്പം നമ്മുടെ ചിങ്ങം സ്റ്റാർട്ടായി. അപ്പോൾ എന്തായാലും ഒരു വെജ് ലഞ്ച് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ളും ഇന്ന് എൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഷോർട്ട്സ് കാണാത്തവരൊന്ന് കാണണം. സോ എന്തായാലും ഞാനപ്പം ആദ്യം തന്നെ റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അരി കഴുകി ഇട്ടു. ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ഈ ഒരു സ്റ്റൗവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നൊന്നായിട്ട് എടുത്തെടുത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ പാല് കാച്ചിയത് മാറ്റി വെച്ചു. പിന്നെ സേമിയ പുലാവ് അവൾക്കുള്ളത് കൊടുത്തു. ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. രണ്ടുപേരും പോയി, സ്കൂളിലും ഓഫീസിലുമായിട്ട് പോയി. ഞാൻ എൻ്റെ ജോലി തുടർന്ന് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അങ്ങനെ അരി തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ചെയ്യും പോലെ തന്നെയാണ് എൻ്റെ റൈസ് കുക്കറിലാണ് ഞാൻ എപ്പോഴും വയ്ക്കാറുള്ളത്. അപ്പോൾ അത് അരി തിളച്ച് വന്നപ്പോഴത്തേക്ക് റൈസ് കുക്കറിൽ വെച്ചു. എന്നിട്ട് ആ ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്കത് വാർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് അത് വാർത്തെടുത്തു. അത് ഒതുക്കി വെച്ചു. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പരിപ്പ് വയ്ക്കാനാണ്. അപ്പോൾ നല്ല ദിവസങ്ങളിലൊക്കെ എനിക്ക് ചോറ്, പരിപ്പ്, പപ്പടം അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും പരിപ്പ് വയ്ക്കാനായിട്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് കുറച്ചൊന്ന് വറുത്തതിന് ശേഷം വാഷ് ചെയ്ത് പിന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. എപ്പോഴും സ്പില്ലായി പോകും. അതാണ് ഈ കുക്കറിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് വെള്ളം വെച്ചാൽ ചിലപ്പോൾ അത് അടി പിടിക്കും, കുറച്ച് കൂടുതൽ വെച്ചാൽ ഇങ്ങനെ ആയിപ്പോവും. അപ്പം എനിക്കത് എപ്പോഴും പറ്റാറുള്ളതാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു മൂങ് ഡാളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പരിപ്പ് ഉണ്ടാക്കാനായിട്ട്. ബോംബെയിലൊക്കെ ഡാൽ എന്ന് പറഞ്ഞ ഒരു ഇത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വരുന്നത് എനിക്ക്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അരപ്പും കൂടെ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കായം ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ച് ഒഴിക്കേണ്ട ഒരു പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നെയ്യിലാണ് ഇതിൽ താളിച്ചൊക്കെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്യിൽ ഒഴിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നല്ല ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും, നല്ല ഒരു ടേസ്റ്റുമാണ് നെയ്യിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പരിപ്പ് വെച്ചാൽ നെയ്യിലാണ് ഞാൻ താളിച്ചൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട്, നമുക്ക് ഒരുപാട് കട്ടിയല്ലായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. നല്ല ഒരു തിക്കല്ല, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു. ഉച്ചത്തേക്ക് എടുക്കാനുള്ളൊരു ഇതിൽ കുറച്ചേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചോറായി, കറിയായി. ഇനി കൂട്ടാൻ എന്തെങ്കിലും വെക്കണം. അപ്പം ഫ്രിഡ്ജിൽ ഡ്രം സ്റ്റിക്ക് ഉണ്ടായിരുന്നു, മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു അവിയൽ ഉണ്ടാക്കാം, പിന്നെ ക്യാബേജ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന്. പക്ഷേ എല്ലാം നമ്മൾ ഈ ഒരു സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ആദ്യം അവിയൽ ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഉള്ളി അതൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ടൽ അവിയലാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അവിയൽ ഉണ്ടാക്കി വെച്ചു. ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു വെജിറ്റബിൾസ്. എന്നിട്ട് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ അവിയൽ സെറ്റായിട്ട് അങ്ങനെ കിട്ടി. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എരിവും പുളിയും ആ ഒരു ജീരകത്തിൻ്റെ മണവും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് ഞാൻ അവിയൽ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ ഫ്രഷാക്കി അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഉപ്പേരിയോ വിഴുക്കുരട്ടിയോ എന്ത് വേണമെങ്കിലും, ചില സ്ഥലത്ത് എന്ത് വേണമെങ്കിലും പറയും. ഇപ്പോൾ നമ്മളുടെ അവിടെയൊക്കെ വിഴുക്കുരട്ടി എന്നാണ് പറയുന്നത്. ഉപ്പേരി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയാക്കി ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ആ ചൂടാറ പെട്ടിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ബിക്കോസ് ഐ വോണ്ട് ഇറ്റ് വെരി ഹോട്ട് ആയിട്ട് തന്നെ ചേട്ടൻ വരുമ്പോഴത്തേക്കും ചൂടോടെ ഫ്രഷായി കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ അവിയലായി. ഉപ്പേരി ഓർ വിഴുക്കുരട്ടി ഉരുളക്കിഴങ്ങിൻ്റെയാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതും ഞാനെടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ ഇനി അടുത്തത് ഞാൻ ചെയ്തത് പിന്നെ ക്യാബേജ് തോരനാണ്. അതിൻ്റെ ഞാൻ ഇതായിട്ട് എടുത്തിട്ടില്ല. ക്യാബേജ് തോരനും കൂടെ ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മളുടെ പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അങ്ങനെ ചൂടോടെ സെറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു നല്ല ദിവസമല്ല, ചിങ്ങത്തിൻ്റെ തുടക്കം ആയതുകൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ കേസരി ഉണ്ടാക്കി. റവ കൊണ്ടുള്ളൊരു കേസരി ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ കേസരിയിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ശരവണ ഭവൻ സ്റ്റൈൽ കേസരിയൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചുണ്ടാക്കിയതാണ്. നല്ലൊരു നോൺ സ്റ്റിക്കി ആയിട്ട്
വെരി ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ ആയിരുന്നാലും പോലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കുറച്ച് തന്നെ ഉണ്ടാക്കിയത്, 1 കപ്പ് റവ എടുത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉച്ചയ്ക്ക് എല്ലാവരും 2 ബൗളിൽ കഴിച്ച് അത് അങ്ങ് തീർത്തു. മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവൾക്കും ഇത് തന്നെയാണ് ഞാൻ കൊടുത്തത്. പിന്നെ ചേട്ടൻ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ഫുഡൊക്കെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചു. ചേട്ടനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ചേട്ടൻ ഓഫീസിൽ നിന്ന് ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ആദ്യം എല്ലാം ഉണ്ടാക്കിയതിൽ നിന്ന് ചേട്ടന് അവിയൽ, തോരൻ, ഉപ്പേരി, ചോറ്, പരിപ്പ്, അച്ചാറ്, പപ്പടം, മോര് ഇത് നിർബന്ധമാണ്. അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷേ അച്ചാറ്, പപ്പടവും മോരും കൂടെ ഞാൻ, പരിപ്പുണ്ടെങ്കിൽ പപ്പടം ഇല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ, പരിപ്പ് ഉണ്ടെങ്കിൽ പപ്പടം എന്തായാലും വേണം. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിയാറായപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ കേസരിയും കൂടെ സർപ്രൈസായിട്ട് ഞാൻ കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ പുള്ളിക്കാരന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് തന്നെ കഴിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.